ഓഡിയൻസ്, ആർ യു റെഡി വിത്ത് യുവർ ക്വസ്റ്റ്യൻസ്? യെസ്, പ്ലീസ് നിങ്ങളുടെ പേര് പറഞ്ഞ ശേഷം ചോദ്യം ചോദിക്കൂ. എൻ്റെ പേര് സച്ചിദാനന്ദ് പ്രജാപതിയാണ്. ഒരു IIT പാസ് ഔട്ട് എന്റർപ്രണറിനും ഒരു നോർമൽ കോളേജ് പാസ് ഔട്ട് എന്റർപ്രണറിനും ഒരു IIT പാസ് ഔട്ട് എന്റർപ്രണറുടെ അടുത്ത് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഒരു നോർമൽ കോളേജ് പാസ് ഔട്ട് എന്റർപ്രണറുടെ അടുത്ത് ഇല്ലാത്തത്? കമ്പാരിസൺ പറയൂ. സോ എന്റർപ്രണർ ഇസ് ആൻ എന്റർപ്രണർ. ഇറ്റ് ഡസന്റ് മാറ്റർ അയാൾ എവിടെ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലയോ. ഇൻഫാക്ട് നിങ്ങൾ 20 ബില്യനേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. സോ എന്റർപ്രണർ ആകണമെങ്കിൽ 24/7 ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെന്റ്. ശരിയാണ്. ദാറ്റ്സ് യുവർ ക്വാളിഫിക്കേഷൻ. ഈ ലോകത്ത് സ്റ്റൈൽ വേഴ്സസ് കംഫർട്ട് എന്ന ഡിബേറ്റ് ഒരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷേ ഫാഷൻ വേൾഡിൽ ഈ രണ്ടിന്റെയും പെർഫെക്റ്റ് കോമ്പിനേഷനുമായിട്ട് വരുന്നു രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും കഞ്ചൻ ഗുപ്ത. ടൈറ്റൻസ്, നമ്മുടെ വീടുകളിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും യാതൊരു കുറവും ഉണ്ടാവാതെ ആ കുഞ്ഞിനെ നോക്കും. അതിനെ ഫീഡ് ചെയ്യുന്നതായിക്കോട്ടെ, അതിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഏറ്റവും സോഫ്റ്റ് ഫാബ്രിക്കിൽ അതിന് ഉടുപ്പ് തുന്നുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. അതിനുശേഷം നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നമ്മൾ പഠിക്കും. എന്നാൽ നമുക്ക് വീണ്ടും തിരിച്ച് മറ്റൊരു കാലം വരും, വാർദ്ധക്യകാലം. ആ സമയത്ത് പ്രായത്തിന്റെ ലിമിറ്റേഷൻസ് കാരണം ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ തന്നെ നമുക്ക് പ്രയാസമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല് 2 മിനിറ്റ് കൊണ്ട് റെഡിയായിക്കൊണ്ടിരുന്ന നമ്മള് കൈ പൊക്കി ടീഷർട്ട് ഇടാൻ പോലും കഷ്ടപ്പാട് അനുഭവിക്കും. ഇത് കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയില് ഒരു പക്ഷേ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പോലും മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ഒരു ഫാമിലി മെമ്പറുടെയും മറ്റോ സഹായം തേടേണ്ടി വരും. നമുക്കറിയാം, ഒരു ആർത്രൈറ്റിസ് പേഷ്യന്റ് ആണെങ്കിൽ ഷർട്ടിന്റെയും പാന്റിന്റെയും ബട്ടൺസ് ഇടുന്നത് പോലും വലിയൊരു ചാലഞ്ചാണ്. സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ബെഡ് റിഡൻ പേഷ്യന്റ് ആണെങ്കിൽ സാധാരണ ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അൽഷൈമേഴ്സ് പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ കാര്യത്തില് പാന്റിന്റെ സിബ് പോലും ഇടുന്ന കാര്യം ഒരു പക്ഷെ അവര് മറന്നുപോയെന്ന് വരാം. ടൈറ്റൻസ്, വസ്ത്രം നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ഡ്രസ്സ് ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, ഇല്ല നമുക്കത് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയുമാണ്. ഭാരതത്തിന്റെ മൾട്ടി ക്രോസ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം ഫാഷൻ ബ്രാൻഡുകളുണ്ട്. ജെൻസിക്ക്, ലേഡീസിന് പ്രത്യേകം, ആണുങ്ങൾക്ക് പ്രത്യേകം, സീനിയർ സിറ്റിസൺസിന് വേറെ. ഇവിടെ സ്പെഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി ക്ലോത്തിങ് എന്ന കുറവ് നികത്താൻ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഹെക്സോർ. ഹെക്സോർ ഇന്ത്യയുടെ ആദ്യത്തെ എൽഡർലി ആൻഡ് അഡാപ്റ്റീവ് ക്ലോത്തിങ് ബ്രാൻഡാണ്. ഹെക്സോർ മനസ്സിലാക്കുന്നു ഓരോരുത്തർക്കുമുള്ള സ്പെഷ്യൽ നീഡ്സ്. സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിക്കവർ നടത്തുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, ഹെക്സോർ പ്രൊവൈഡ് ചെയ്യുന്നു ആക്സസബിൾ ആൻഡ് അഫോർഡബിൾ ക്ലോത്തിങ് സൊല്യൂഷൻ. അതും അവരുടെ ലുക്ക് ആൻഡ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ. ടൈറ്റൻസ്, നിങ്ങൾ ധാരാളം ടെസ്റ്റിമോണികൾ കണ്ടു കാണും, ഒരു പക്ഷെ വെബ്സൈറ്റ്സിൽ അല്ലെങ്കിൽ ബ്ലോഗ്സിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിൽ. പക്ഷെ എന്റെ ടെസ്റ്റിമോണി ഞാൻ തന്നെയാണ് നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലീസ് ജോയിൻ മീ ടു വെൽക്കം ഹീറോസ് ഓഫ് ഹെക്സോർ. ഞാൻ കഞ്ചൻ മേഡത്തോട് സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടാണ് ചിലത് ചോദിക്കാനുള്ളത്. ഇവരുടെ ഈ ഒരു ഇന്നോവേഷൻ, ഇവരുടെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചോ? ഞാൻ ഹെക്സോറ് ഏകദേശം ഒരു 3 മാസമായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ നീഡ്സ് ഒരുപാട് വ്യത്യാസമാണ്, കാരണം ഞാൻ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഈ ഡേ ഫുള്ളും ഞാൻ ഈ വീൽ ചെയറിലാണ് കഴിയുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് ക്ലോത്ത്സ് ആണോ വിയർ ചെയ്യുന്നത്, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ സോ ദാറ്റ് എനിക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഇടാൻ സാധിക്കുന്നു. സെക്കൻഡ് തിങ് ഈസ് ഇറ്റ് ഷുഡ് ബി ഫാഷനബിൾ. ഇതിൽ സിപ്പ് ഔട്ട്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ കാത്ത ഡ്രസ് യൂസ് ചെയ്യുന്നില്ലേ, ഐ ക്യാൻ പ്ലഗ് ഇൻ ഹിയർ. പിന്നെ എനിക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്നു ഡെയിലി ഇഫ് ഐ വാണ്ട് ടു ഗോ വാഷ്റൂം ഓർ എനിവെയർ എൽസ്. സോ താങ്ക്സ് ടു ഹെക്സോർ ആൻഡ് മാം ഹു ഹാസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. യെസ്, ഞാൻ എന്നെ ഗേൾ വിത്ത് പ്രോസ്തസിസ് എന്നാണ് പറയാറ്. കാരണം എൻ്റെ റൈറ്റ് ലെഗ് ആംപ്യൂട്ടഡ് ആണ്. സോ ഐ എം ആൻ അഡ്വെഞ്ചറർ, ഐ എം എ ട്രാവൽ പ്ലാനർ ആൻഡ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്.
അപ്പോൾ എനിക്ക് എൻ്റെ ട്രാവൽ ആൻഡ് അഡ്വഞ്ചറിൽ കുറെ കംഫർട്ട് വേണം. ഇതിനൊക്കെ ഹെക്സോർ എന്നെ നന്നായി സഹായിക്കുന്നുണ്ട്. എൻ്റെ കൈ നേരെ ആവാത്തതുകൊണ്ട് എനിക്ക് ആ വെയറിംഗ് കംഫർട്ട് വേണം. ഐ ഹവ് ഗോട്ട് എ ടീഷർട്ട്, അതിങ്ങനെ പിറകിൽ വെൽക്രോ ഇട്ടാൽ മതി ആൻഡ് ഐ എം ഡൺ. പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യമേ ഒരു നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്തല്ലോ. ഈ കമ്പനി ഈ വർഷമാണ് ഇൻകോർപ്പറേറ്റ് ആയിരിക്കുന്നത്. സോ ഇതിനു മുൻപ് ഇതുപോലെ ഏതെങ്കിലും ബ്രാൻഡുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ആവശ്യമായ വസ്ത്രങ്ങൾ കൊടുത്തിരുന്നോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും അവൈലബിൾ ആണോ? ഞങ്ങൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്, ജീവിതത്തിലും പിന്നെ ക്ലോത്തിങ്ങിലായാലും. എവിടേക്കെങ്കിലും പോകേണ്ടതാണെങ്കിലും ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഹെക്സോർ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ എൻജോയ് വി ചെയ്യാം. ഹാവ് ഫ്രീഡം. ഇൻഫാക്ട് അവരുടെ കയ്യിൽ ഒരു ആംപ്യൂട്ടി റിലേറ്റഡ് പാന്റ് ഉണ്ട്, വെൽക്രോ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ടൈറ്റ് ആയിരിക്കാതിരിക്കാൻ അത് വളരെയധികം Big സഹായിക്കും. round of applause for our heroes. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും മാഡം കസ്റ്റമൈസ്ഡ് ഡ്രസ്സാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതോ റെഡിമെയ്ഡ് ഡ്രസ്സാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇല്ല സർ, ഇറ്റ്സ് എ കസ്റ്റമൈസ്. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. കാരണം ഓരോരുത്തരുടെ നീഡ്സും ഡിഫറെന്റ് ആണ്. ഞങ്ങളൊരു സ്റ്റാൻഡേർഡ് സൈസിങ് റെഡി ചെയ്തിട്ടുണ്ട്. റെഡി ടു വെയർ സൈസ് ചാർട്ട് ഉണ്ട്, XS to XXL. പിന്നെ എന്നെ തേടി വരുന്ന കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യാനായിട്ട്, ഇപ്പൊ മാലിനി മാം അല്ലെങ്കിൽ ഖുഷി മാം, അവർ ഓർഡർ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരുടെ അളവെടുക്കും. ആൻഡ് ദെൻ ദർ ഇസ് ദ ഓപ്ഷൻ ഓഫ് ഓൾട്രേഷൻ. സ്റ്റാൻഡേർഡ് സൈസ് ഫിറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളത് സ്റ്റിച്ച് ചെയ്തെടുക്കും. മാസ്റ്റർ പാനലിൽ മൊത്തം പ്രൊഡക്ഷൻ നടക്കും, മാസ് പ്രൊഡക്ഷൻ. അല്ലാതെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്ന അതുകൊണ്ട്. Big round of applause for our guests here. Thank you very much for being here. കഞ്ചൻ മാഡം, ഈ ഒരു മഹത്തായ ഒരു ഐഡിയ, ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഹെക്സോർ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ജേർണി ആയിട്ട് കണക്റ്റഡ് ആണ്. Can I get some water? കുറച്ച് വെള്ളം തന്നെ. 2 വർഷം മുൻപാണ് എൻ്റെ അമ്മയ്ക്ക് ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തത്, അതും 4th സ്റ്റേജ്. അമ്മ പാലിയേറ്റീവ് കെയറിലായി. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല. കീമോ നടക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിലൊരു സ്വെല്ലിംഗ് വന്നു. അത് വെച്ച് അത് അമ്മയ്ക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കി. അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ബീങ് ഇൻ ടു ദ ഫാഷൻ ഇൻഡസ്ട്രി ഫോർ മോർ ദാൻ എ ഡെക്കേഡ്, എപ്പോഴും ലക്ഷക്കണക്കിന് തുണികളുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ പ്രശ്നമല്ലല്ലോ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാമെന്ന്. ബട്ട് സർപ്രൈസിംഗ്ലി എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ US കുറച്ച് നല്ല 2-3 ബ്രാൻഡ് കണ്ടു. പക്ഷേ ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് ഹിയർ ഇൻ ഇന്ത്യ എനിക്ക് അമ്മയെ നഷ്ടമായി കഴിഞ്ഞിരിക്കും. ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടൈലർ മാസ്റ്ററിൻ്റെ അടുത്ത് ചേർന്നിട്ട് അവരുമായിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ആ കാലം കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ആ ടീഷർട്ട് എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഓഫീസ് ടേബിളിൽ. അപ്പം ഞാനത് ആശുപത്രിയിലേക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ച് അതേ ആശുപത്രിയിലേക്ക് വീണ്ടും പോയി. അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് വേണോ എന്ന് ചോദിച്ചപ്പോൾ 3-4 പേര് ചാടിക്കയറി പറയുന്നു എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണമെന്ന്. എൻ്റെ കയ്യിൽ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചോദിച്ചവർ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന്. സംഭവം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ പറയുന്നത് പോലെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. US നിന്ന് സാമ്പിൾസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പല റീഹാബ്സിലും ഞാൻ പോയി നോക്കി. എനിക്ക് അങ്ങനെ മനസ്സിലാവാൻ തുടങ്ങി നമ്മുടെ എൽഡർലി ദേ ജസ്റ്റ് നീഡ് അവർ ടൈം. ആൾക്കാർ വിചാരിക്കുന്നത് അവരൊരു ലയബിലിറ്റി ആണെന്നാണ്. ബട്ട് ട്രസ്റ്റ് മീ, അവർ ലയബിലിറ്റി അല്ല, ഒരു റിസോഴ്സ് ആണ്. ഞാൻ ജെൻസിയോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ആ ചുക്കിച്ചുളിഞ്ഞ കൈകളിൽ ഒരുപാട് ശക്തിയുണ്ട്. ജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും മുത്തശ്ശന്മാരുടെ വാക്കുകളിൽ നിന്ന്. കഞ്ചൻ മാഡം, ഞാൻ നിങ്ങളുടെ മിഷനോട് റിലേറ്റ് ചെയ്യുകയാണ്. അല്ല, ഒരു കാര്യം ഒന്ന് പറയാമോ, ഇതെങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്? അതായത് എക്സിസ്റ്റിംഗ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അതായത് വെൽക്രോ യൂസ് ചെയ്യാൻ വേണ്ടിയും പിന്നെ സിപ്പ് വെക്കാൻ വേണ്ടിയും. ഇത് വളരെ ഈസി ആയിട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഫ്യൂച്ചറിൽ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ കോമ്പറ്റിറ്റർ ആയിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് അവോയ്ഡ് ചെയ്യാൻ? നിങ്ങളുടെ കയ്യിൽ പേറ്റന്റ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു പേറ്റന്റ് ഉണ്ടാവാൻ വഴിയില്ലെന്നാണ്. ഞങ്ങളുടെ ചില പ്രോഡക്ട്സ് പേറ്റന്റഡ് ആണ്. പക്ഷെ എനിക്ക് തോന്നിയത് ചില പ്രോഡക്ട്സിന് ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് ഒറ്റയ്ക്ക് അത് പറ്റില്ല. ഇൻഫാക്ട് ഐ റിക്വസ്റ്റ് എവറി ബിഗ് ബ്രാൻഡ് ടു കം വിത്ത് സം ഫങ്ഷണൽ ക്ലോത്തിങ്. കാരണം ഇത് എല്ലാവരുടെയും ബേസിക് റൈറ്റ് അല്ലേ? വെരി വെൽ സെറ്റ്.
അതായത് 55 ലക്ഷത്തിന്റെ സെയിൽസ് ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസം പോലും ആയിട്ടില്ല. അത് മാത്രമല്ല 45 lakhsന്റെ ബേണും ഇവിടെ കാണുന്നു. എന്റെ നെറ്റ് മാർജിൻ 18 to 20% ആണ്. ഞാൻ 55 ലക്ഷത്തിന് സെയിൽസ് ചെയ്തിട്ട് അതിൽ 41 ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്ക് ഈവൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വേറെ എന്തൊക്കെ പ്ലാനുകളാണുള്ളത്? നിങ്ങൾ MBOs ചെയ്യോ അതോ നിങ്ങളുടെ സ്റ്റോറുകൾ ലോഞ്ച് ചെയ്യോ? ഓഫ്ലൈനിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ലഭ്യമാക്കാൻ പോകുന്നത്? കാരണം ഇത് കസ്റ്റമർ ടച്ച് ആൻഡ് ഫീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ വരാൻ പോവാണ് ഞങ്ങളുടെ EBOസിന്റെ കൂടെ. EBOs എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടയോ അങ്ങനെ ഷോപ്പോ ഒന്നും അല്ല. ഞങ്ങൾ എക്സ്പീരിയൻസ് സെന്റേഴ്സ് തുറക്കും, ക്ലബ്സ്. അവിടെ ബില്ലിംഗ് ടേബിളിന്റെ ഹൈറ്റ് ഇത്ര ഉണ്ടാവും. വീൽ ചെയറിൽ വരുന്നവർക്കും വളരെ ഈസി ആയിട്ട് പോയി ബില്ലിടാൻ പറ്റും. അവിടെ ബില്ലിയാർഡ്സ് ടേബിൾ ഉണ്ടാവും, അവിടെ കോഫി ഷോപ്സ് ഉണ്ടാവും. ഞാൻ തീരുമാനിക്കാത്ത ഒരേ കാര്യം കോഫി വാങ്ങുന്നവരുടെ പൈസ വാങ്ങണോ വേണ്ടെന്നാ. മാഡം അതിനുള്ള എമൗണ്ട് ഞാൻ തന്നേക്കാം. എന്റെ ചെലവിൽ കോഫി കൊടുത്തോളൂ. സാറി പറഞ്ഞൊന്ന് എഴുതി തരാൻ പറ്റുമോ? റൈറ്റിംഗിന്റെ ഒന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇതെന്റെ ഈ കമ്മിറ്റ്മെന്റ് founder ആണ്. ഒരു നല്ല ഷാർപ്പ് ബിസിനസ് വുമൺ ആണ്. അത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോഴേ എഴുതി തരാൻ പറയുന്നല്ലോ. ആരാ ആദ്യം ബസർ അമർത്തുക എന്നറിയാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ സാർ ബസാർ അമർത്തി കഴിഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ ഓഫർ എന്താണെന്ന് കേൾക്കൂ. എക്സാക്ട്ലി. ഞാൻ അർജുനെ കുറച്ചുകൂടി സഹായിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം മാർക്കറ്റുമായിട്ട് നോക്കാം. നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ. യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എത്രമാത്രം ആവശ്യമുണ്ട് എന്ന് അറിയിക്കൂ. ആളുകൾക്കും ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. ഇതുകൊണ്ടാണ് നമ്മൾ അർജുനെ ചാമ്പ്യൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതിന് എത്രയധികം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ ബസർ അമർത്തി. ഈ മിഷൻ വളരെ വലുതാണ്, ഇമ്പോർട്ടന്റുമാണ്. ഞാൻ ഈ ബ്ലോക്ക് ബസർ എന്തിനാണ് അമർത്തിയെന്ന് അറിയാമോ? ഇവിടെയുള്ള മറ്റ് ടൈറ്റൻസിനെയും പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഡീൽ ഒരുമിച്ച് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം, ഫാഷൻ ബിസിനസ് വളരെ ഡിഫിക്കൽട്ടാണ്. ഇൻവെന്ററിയിൽ ഒരുപാട് ചാലഞ്ചുകളും ഉണ്ട്. പോരാത്തതിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഫോർ ദിസ് റീസൺ ഞാൻ ഈ പ്രപ്പോസൽ വെക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഡീൽ ചെയ്യാം. ഞാൻ എന്റെ കറന്റ് ഡേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറയാമോ ഇപ്പോ? പറയൂ മാഡം. IFCI വെഞ്ചർ ഞങ്ങൾക്ക് 1 crore സിറ്റ് ഫണ്ട് തന്നിട്ടുണ്ട്. വാല്യുവേഷൻ ഓഫ് 20 CR as the ബേസ് വാല്യുവേഷൻ. അതായത് ഈ വർഷം ഞാൻ 18 കോടിക്ക് ബിസിനസ് ചെയ്താൽ അതിന്റെ വാല്യുവേഷൻ 30 CR ആയിട്ട് മാറും. അപ്പൊ എന്റെ ആസ്കും ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബേസ് വാല്യുവേഷൻ അനുസരിച്ച് ഐ എം ആസ്കിംഗ് ഫോർ 1 crore for 5%. അപ്പൊ ഇവരുടെ ആസ്ക് 1 crore for 5%. അർജുൻ, നിങ്ങൾ നിങ്ങളുടെ ഓഫർ പറയൂ. എന്നിട്ട് ഞാൻ നമുക്ക് ആദ്യമേ മുന്നോട്ട് പോകാം. ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ 1 crore or 10 crore വാല്യുവേഷൻ. പിന്നെ 20 കോടി വാല്യുവേഷനിൽ ഒരു ഓഫർ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ 1 crore at 15 crore വാല്യുവേഷനിൽ ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി റെസ്റ്റ് ഓഫ് ദി ടൈറ്റൻസ് വിൽ ഓൾസോ ജോയിൻ. നിങ്ങൾക്ക് ബിസിനസ് ലോഞ്ച് യൂസ് ചെയ്ത് ഒന്നുകൂടി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വരും. ഇവര് ഹോസ്പിറ്റലുകളൊക്കെ അല്ലേ ടാർഗറ്റ് ഒരുപാട് ചെയ്യുന്നത്? സ്ഥലങ്ങളുടെ ആവശ്യം അവർക്കുണ്ട്. ആവശ്യമുണ്ട്. I am concerned about the valuation. ഇത് ഒരു കൗണ്ടർ ഓഫർ കൂടി ഉണ്ടാക്കണേ. ഇതുമായിട്ട് ഞാനും കൈകോർക്കുന്നു. കാരണം ഇറ്റ്സ് ടു ഗുഡ്. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, പക്ഷെ റീച്ച് ആക്കും. 13 crore ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ എനിക്ക് ഇൻവെസ്റ്റ് ആ, ചെയ്യാമല്ലേ? നിങ്ങൾ ചെയ്തു. ഓക്കെ. കഞ്ചൻ മാഡം ചിരിച്ചുകൊണ്ട് ബിസിനസ് ലോഞ്ചിൽ നിന്ന് തിരിച്ചു വരുന്നത് കാണുമ്പോൾ നല്ല ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ് ഡീൽ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഈ മിഷൻ മനസ്സിലാക്കാനും ഇത് കാണാനും ഒരു കാഴ്ചപ്പാട് വേണം. അത് നിങ്ങൾ എനിക്ക് തന്നു. നിങ്ങൾ എനിക്കൊരു കോൺഫിഡൻസ് തന്നു. അതിന് ഞാൻ ആദ്യം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് ആദ്യം റിക്വസ്റ്റ് ചെയ്യാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് ഇത് 18 crore വാല്യുവേഷനിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന്. മാം, നിങ്ങളിപ്പോൾ 10-15% വേണ്ടിയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു ഡീലാണ്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ നെറ്റ്വർക്ക്സും പിന്നെ സീനിയർ സിറ്റിസൺസിനോടുള്ള റെസ്പെക്റ്റും ലവും എല്ലാം ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് ഡു ദ ഡീൽ. As you say, sir. ഓക്കെ, ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. എങ്കിൽ വരൂ, കൈ കൊടുത്തോളൂ. നന്നായി ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thank you. താങ്ക് യു വെരി മച്ച് ഫോർ I ബീയിങ് would ഹിയർ. like to say that ആഗ്രഹം ഉണ്ടെങ്കിൽ റിസ്ക് ഉണ്ടാവും.
ഇത് ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ ഇവർ Risk ഉണ്ടെങ്കിൽ പറഞ്ഞത് ശരി ആഗ്രഹം തന്നെയാണ്. അതായത് ഇഷ്ടമുള്ളിടത്ത് റിസ്ക് ഉണ്ടാവും. ഇവരുടെ ജോലിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കും. താങ്ക് യു വെരി മച്ച് കഞ്ചൻ മാഡം ഫോർ ബീങ് ഹിയർ. ഇപ്പൊ ട്രജക്ടറി വരാൻ പോവാണ്, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വരാൻ പോവാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് മൈ മമ്മ ഇസ് ബ്ലെസ്സിങ് മീ ഫ്രം ദർ. എനിവേ ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ. സോ ഡെഫിനറ്റ്ലി ഇത് പേഴ്സണലി ഇന്ന് ഗ്ലോബൽ ആയി കഴിഞ്ഞു എന്ന് പറയണം. കണ്ടുകൊണ്ടേയിരിക്കൂ ഐഡിയ ബാസ്.